പ്രിയപ്പെട്ട സ്നേഹിതരെ, 3 വർഷക്കാലം ഈശോയോടുകൂടെ ഊണിലും ഉറക്കത്തിലും അവൻ്റെ ഒപ്പമായിരുന്ന ശിഷ്യന്മാർ പിന്നീട് പരിശുദ്ധാത്മാവ് മുഖേന സുവിശേഷങ്ങൾ രചിക്കുമ്പോൾ അവർ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ കേട്ടതും കണ്ടതും തൊട്ടനുഭവിച്ചതും ഈശോയെ കൂടുതൽ അറിഞ്ഞ കാര്യങ്ങളാണ് അവർ വെളിപ്പെടുത്തിയത്. വെറും 3 വർഷക്കാലം മാത്രം ഈശോയോടൊപ്പമായിരുന്ന അവർ സുവിശേഷങ്ങൾ രചിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്. അത് എഴുതുവാൻ, അത് ഉൾക്കൊള്ളുവാൻ ഈ ലോകത്തിന് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ആ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെടാതിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്കും പല കാര്യങ്ങളും നമ്മളോട് പറയാനുണ്ട്. വെറും 3 വർഷക്കാലം ശിഷ്യന്മാർക്ക് പറയാൻ ഉള്ളതിനേക്കാളേറെ ഉദരത്തിൽ ആയതു മുതൽ ലോകത്തിന് തന്നത് വരെയുള്ള കാര്യങ്ങളും ഭവനത്തിൽ യേശു എങ്ങനെയായിരുന്നുള്ള കാര്യങ്ങളുമെല്ലാം അമ്മയ്ക്ക് നമ്മളോട് സംസാരിക്കാനുണ്ട്. എന്നെ കേൾക്കുന്നവരെ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഒത്തിരിയധികം വേദനിക്കുന്നുണ്ട്. കുടുംബത്തിൽ എനിക്ക് വിശുദ്ധിയോടെ ആയിരിക്കാൻ സാധിക്കുന്നില്ല. പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പോകുമ്പോൾ ഞാൻ ഈശോയെ ഒത്തിരി ആരാധിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ എൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ, ഞാൻ എവിടെ ആയിരിക്കുന്നു, എൻ്റെ കോൺഗ്രിഗേഷനിലായിരിക്കുമ്പോൾ, എൻ്റെ ആശ്രമങ്ങളിലായിരിക്കുമ്പോൾ എനിക്ക് ആ സ്വഭാവത്തിൽ, ആ വിശുദ്ധിയിൽ സ്നേഹത്തോടെ പെരുമാറാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ അമ്മയോട് കൂടെ ഇരുന്ന് നമുക്കൊന്ന് ചോദിക്കാം, ആ 30 വർഷക്കാലം ഈശോ ഭവനത്തിൽ എങ്ങനെയായിരുന്നുള്ളത്? ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ എളിമപ്പെടുത്തി അവൻ എങ്ങനെയാണ് മാതാപിതാക്കളോടൊപ്പം ജീവിച്ചതെന്ന് നമുക്ക് അമ്മയോട് ചോദിക്കാം. നമ്മളായിരിക്കുന്ന മേഖലകളിൽ കൂടുതൽ വിശുദ്ധിയോടെ, ഭവനങ്ങളിൽ കൂടുതൽ സ്നേഹത്തോടെ സാക്ഷ്യം നൽകുവാൻ, ഭവനത്തിലും പുറത്തും, ജെറുസലേമിലും സമരിയായാലും യൂദയായാലും ഒരുപോലെ ഈശോയെ കൊടുക്കുന്നവരാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം.